നമ്മൾ പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ടൈം ലൈനിന് മുകളിൽ 3 കളേഴ്സ് കാണാം. റെഡ് കളർ, യെല്ലോ കളർ, ഗ്രീൻ കളർ. ഗ്രീൻ കളർ ഇപ്പോൾ കാണാൻ സാധിക്കത്തില്ല, അത് പ്രീ റെൻഡർ ചെയ്ത ശേഷം മാത്രമായിരിക്കും വരുന്നത്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീ റെൻഡറിങ്ങിനെ കുറിച്ചാണ്. അതുപോലെ എന്താണ് ഈ കളേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നും. നമ്മളെല്ലാവരും എഡിറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ചോപ്പി ആയിട്ടുള്ള പ്ലേ ബാക്ക്, വളരെയധികം സ്റ്റക്കായിട്ടുള്ള പ്ലേ ബാക്ക്. നമ്മുടെ വീഡിയോ ഹൈ റെസൊല്യൂഷൻ ആണെങ്കിലും എത്രമാത്രം എഫക്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വളരെയധികം സ്മൂത്തായിട്ട് പ്ലേ ബാക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് പ്രീ റെൻഡറിങ്. ആൻഡ് പ്രീ റെൻഡറിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുന്നതിന് മുൻപ് ഈ കളേഴ്സ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ അറിയാം സ്റ്റാർട്ടിംഗ് ഒക്കെ വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. പക്ഷേ പിന്നീട് നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം, കണ്ടോ, വളരെ ചോപ്പി ആയിട്ടുള്ള പ്ലേ ബാക്കും വളരെ സ്റ്റക്കായിട്ടുള്ള പ്രിവ്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊരു നെസ്റ്റഡ് ക്ലിപ്പാണ്. ഞാൻ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ കാണാം ഇവിടെ കുറേ വീഡിയോസ് ഉണ്ട്, കുറേ എഫക്റ്റുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊരു ഓവർലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്ലേ ബാക്ക് തരാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മൾ പ്ലേ ചെയ്യുമ്പോഴത്തേനും പ്രിവ്യൂറിൻ്റെ കയ്യിൽ പ്രിവ്യൂഡ് റെൻഡർ ഫയൽസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ റിയൽ ടൈം ആയിട്ടാണ് ഇവർ റെൻഡറിങ് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ പ്ലേ ഹെഡ് ഇവിടെ പ്ലേ ചെയ്യുമ്പോഴത്തേനും അത് ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് മാത്രമായിരിക്കും അവിടെയുള്ള ഫ്രെയിംസ് റെൻഡർ ചെയ്യുന്നത്. റിയൽ ടൈം ആയിട്ടുള്ള പ്രിവ്യൂ ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ റെഡ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ റിയൽ ടൈം ആയിട്ടുള്ള പ്രിവ്യൂ തരുമ്പോഴത്തേനും നമുക്ക് സ്മൂത്ത് ആയിട്ടൊരു വീഡിയോ കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. അതായത് നമ്മൾ പ്ലേ ചെയ്യുമ്പോഴത്തേനും ഇവിടെ റിയൽ ടൈം ആയിട്ടാണ് റെൻഡറിങ് സംഭവിക്കുന്നത്. റിയൽ ടൈം ആയിട്ട് റെൻഡറിങ് സംഭവിക്കുമ്പോഴത്തേനും നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള പ്രിവ്യൂ തരാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ് എന്നാണ് ഈ ഒരു റെഡ് ലൈനും കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു യെല്ലോ ലൈനുള്ള പോർഷനിലേക്ക് വന്ന് നമ്മൾ പ്ലേ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടൊരു വീഡിയോ ഇവിടെ കിട്ടുന്നതാണ്. ഒരു സ്റ്റക്കോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെയും സെയിം കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. പ്രീമിയറിൻ്റെ കയ്യിൽ റെൻഡേർഡ് പ്രിവ്യൂ ഫയൽസ് ഒന്നുമില്ല, റിയൽ ടൈം ആയിട്ടാണ് റെൻഡർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് റിയൽ ടൈം ആയിട്ട് റെൻഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള പ്രിവ്യൂ കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് എന്നാണ് ഈ ഒരു യെല്ലോ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. യെല്ലോ ലൈനും റെഡ് ലൈനും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. റെഡ് ലൈൻ ഉള്ളിടത്ത് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള പ്രിവ്യൂ കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. അതുപോലെ യെല്ലോ ലൈനുള്ളടത്ത് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള പ്രിവ്യൂ കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യെല്ലോ കളർ ആയിരിക്കും കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങൾ വീഡിയോയിലേക്ക് കൂടുതൽ എഫക്റ്റുകൾ ആഡ് ചെയ്യുമ്പോഴത്തേനും ഹൈ റെസൊല്യൂഷൻ വീഡിയോസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് റെഡ് കളർ വരുന്നത് കാണാം. ഓക്കെ, ഇതിന് നമുക്കൊരു സൊല്യൂഷൻ വേണമല്ലോ. നമ്മൾ എത്രമാത്രം എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രമാത്രം എഫക്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടൊരു പ്ലേ ബാക്ക് വേണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് പ്രീ റെൻഡറിങ്. ഞാനിവിടെ എൻ്റർ പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റെൻഡറിങ് എന്നൊരു ഓപ്ഷൻ കാണാം. അതുപോലെ വീഡിയോ ഇവിടെ റെൻഡർ ആകുന്നതും കാണാം. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയർ നമ്മുടെ സീക്വൻസ് തുടക്കം തൊട്ട് അവസാനം വരെ അനലൈസ് ചെയ്യും. റെഡ് ലൈനുള്ള ഏരിയ, അതായത് പ്ലേ ബാക്ക് തരാൻ ബുദ്ധിമുട്ടുള്ള ഏരിയ മാത്രം പ്രീമിയർ പ്രോ റെൻഡർ ചെയ്തെടുക്കും. ഓക്കെ, നമുക്കിത് റെൻഡർ ചെയ്യുന്നോണ്ടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോ ഇവിടെ റെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിത് പ്ലേ ചെയ്യുമ്പോൾ അറിയാം വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഈ വീഡിയോ ആണ്. ഒരു സ്റ്റക്കോ ഒരു കാര്യങ്ങളോ ഒരു കുഴപ്പമില്ല. ഈ വീഡിയോയ്ക്ക് വളരെ സ്മൂത്ത് ആയിട്ടൊരു വീഡിയോ ആണ്. അതുപോലെ ഈ റെഡ് കളറുമായി നമുക്കൊരു ഗ്രീൻ ലൈൻ ഇവിടെ വന്നിരിക്കുന്നതാണ്. ഈ ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രീമിയറിൻ്റെ കയ്യിൽ റെൻഡേർഡ് പ്രിവ്യൂ ഫയൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള പ്ലേ ബാക്ക് തരാൻ കഴിയുമെന്നാണ്. നമ്മൾ കുറച്ച് മുമ്പ് റെഡ് കളറിൻ്റെ യെല്ലോ കളറിൻ്റെ കേസ് നോക്കിയപ്പോഴത്തേനും അവിടെ പ്രിവ്യൂഡ് റെൻഡർ ഫയൽസ് ഇല്ല, റിയൽ ടൈം ആയിട്ടാണ് റെൻഡറിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള പ്ലേ ബാക്ക് കിട്ടാനുള്ള ചാൻസസ് കുറവാണ്. ഇവിടെ പ്രിവ്യൂഡ് റെൻഡർ ഫയൽസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു പ്ലേ ബാക്ക് കിട്ടും. നമ്മളിവിടെ എൻ്റർ കീ പ്രസ് ചെയ്ത് റെൻഡർ ചെയ്തപ്പോഴത്തേനും ആ റെഡ് കളറുള്ള ഏരിയ മാത്രമാണ് റെൻഡർ ചെയ്തത്. നമുക്ക് ഈ ഒരു യെല്ലോ കളറുള്ള ഏരിയയും റെൻഡർ ചെയ്യണം. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള പ്രിവ്യൂ കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മേ ബി സ്റ്റക്കായിട്ടുള്ള പ്ലേ ബാക്ക് നമുക്ക് ഈ ഒരു യെല്ലോ ഉള്ള ഏരിയയിൽ കിട്ടാം ചില സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് സീക്വൻസ് ഫുള്ള് റെൻഡർ ചെയ്യണമെങ്കിൽ ഇവിടെ സീക്വൻസ് സെലക്ട് ചെയ്യാം. അവിടെ റെൻഡർ എഫക്ട്സ് ഇൻ ടു ഔട്ട് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ കുറച്ച് മുമ്പ് എൻ്റർ കീ ഉപയോഗിച്ച് സെലക്ട് ചെയ്തത്. അതിന് താഴെ റെൻഡർ ഇൻ ടു ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ റെൻഡറിങ് സംഭവിക്കുന്നതാണ്. നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള ഫുൾ പോർഷൻ റെൻഡർ ചെയ്തെടുക്കുന്നതായിരിക്കും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ റെൻഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം വീഡിയോയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള പോർഷൻ കംപ്ലീറ്റ്ലി ഗ്രീൻ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ വീഡിയോ ഫുള്ള് റെൻഡർ ചെയ്തിട്ടുണ്ട്. പ്രീമിയറിൻ്റെ കയ്യിൽ റെൻഡേർഡ് പ്രിവ്യൂ ഫയൽസ് ഉണ്ട്. ഇനി നമ്മൾ പ്ലേ ചെയ്യുമ്പോഴത്തേനും വളരെ സ്മൂത്ത് ആയിട്ടുള്ള പ്ലേ ബാക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ റെൻഡർ ചെയ്ത് ഈ ഒരു ഫയൽസിൽ എന്തെങ്കിലും ഒരു ഗ്ലിച്ചോ എന്തെങ്കിലും എററോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇവിടെ നമ്മൾ സീക്വൻസിലേക്ക് വരുവാണെങ്കിൽ ഡിലീറ്റ് റെൻഡർ ഫയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഒരു വാണിംഗ് കാണിക്കും, ഓക്കെ പ്രസ് ചെയ്യാം. നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ റെൻഡർ ചെയ്ത ഫയൽസ് എല്ലാം ഡിലീറ്റ് ആയി പോയിരിക്കുന്നത് കാണാം. നമ്മൾ ആദ്യം ഇവിടെ റെൻഡർ ചെയ്തപ്പോഴത്തേനും ഈ റെഡ് കളറുള്ള ഏരിയ മാത്രമാണ് റെൻഡർ ആയത്. പിന്നീട് നമ്മൾ റെൻഡർ ചെയ്യുമ്പോഴത്തേനും വീഡിയോയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള പോർഷൻ മുഴുവൻ റെൻഡർ ആയി. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോർഷൻ മാത്രം റെൻഡർ ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഐയും ഒയും ഉപയോഗിച്ച് ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും സെറ്റ് ചെയ്യാം. ഞാൻ ഐ പ്രസ് ചെയ്തു. പിന്നെ എനിക്ക് ഇവിടം വരെയാണ് റെൻഡർ ചെയ്യേണ്ടത്. ഞാൻ ഒ ഉപയോഗിച്ചു ഔട്ട് പോയിൻറ്റും പ്രസ് ചെയ്തു. നമ്മൾ സീക്വൻസിലേക്ക് വരുവാണെങ്കിൽ റെൻഡർ ഇൻ ടു ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുവാണ്. ഇവിടെ റെൻഡറിങ് സംഭവിക്കുന്ന കാണാം.
ഇവിടെ ഇപ്പോൾ റെൻഡർ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സെലക്ട് ചെയ്ത ഏരിയ മാത്രമാണ്. ഇത് റെൻഡർ ചെയ്യുന്ന നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. റെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാം നമ്മൾ സെലക്ട് ചെയ്ത ഏരിയ മാത്രം നമുക്ക് റെൻഡർ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോർഷനിലെ റെൻഡേർഡ് ഫയൽസ് മാത്രം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും നമുക്ക് ഉപയോഗിച്ച് ആ ഒരു ഏരിയ സെലക്ട് ചെയ്യാം. എന്നിട്ട് സീക്വൻസിലേക്ക് വരുവാണെങ്കിൽ ഡിലീറ്റ് റെൻഡർ ഫയൽസ് ഇൻ ടു ഔട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യാം. ഇത് കണ്ടോ, നമ്മൾ സെലക്ട് ചെയ്ത ഏരിയയിലെ പ്രിവ്യൂ ഫയൽസ് മാത്രം ഡിലീറ്റ് ആയിരിക്കുന്നത് കാണാം. വീണ്ടും നമ്മൾ സീക്വൻസിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ റെൻഡർ ഓഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓഡിയോയിൽ ഒത്തിരി എഫക്റ്റോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിയോ വളരെ ഗ്ലിച്ചിയാണ്, അതുപോലെ വളരെ സ്റ്റക്കായിട്ടാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു റെൻഡർ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ഓഡിയോ ഫയൽസും റെൻഡർ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് സ്മൂത്ത് ആയിട്ടൊരു പ്ലേ ബാക്ക് അവിടെയും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് പ്രീമിയർ പ്രോ ഉപയോഗിച്ച് പ്രീ റെൻഡർ ചെയ്യാൻ കഴിയുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. റെഡ്, ഗ്രീന്, യെല്ലോ കളർ ഇതെല്ലാം എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പ്രീ റെൻഡറിങ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള പ്ലേ ബാക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പുതിയൊരു വീഡിയോ കാണാം. ബൈ.